ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. കുറേ അധികം കാലത്തിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്ന ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു 1-2 മാസം കൂടുമ്പോഴൊക്കെ എനിക്കുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഇമോഷൻസ് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്ന ഒരു വീഡിയോ ചെയ്യാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൂടെ അറിയിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഏകദേശം ഒരു 7-8 മാസമൊക്കെ ആയിട്ടുണ്ടായിരിക്കും നമ്മൾ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഏകദേശം ഇതേ സമയത്ത് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചുകൊണ്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ടച്ച് വിട്ടുപോയതുകൊണ്ടാണോ എന്നറിയില്ല, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ പറയാൻ പറ്റിയില്ലേ, അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയില്ലേ എന്നുള്ള ഒരു ഫീലിംഗ് വന്നു. അതിൻ്റെ മുകളിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇന്ന് ആ ടോപ്പിക്കിനെ പറ്റി വീണ്ടും സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യുന്നുള്ളത് സ്വപ്നങ്ങളിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ കഴിഞ്ഞൊരു Q&Aയിൽ ഇത് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം വന്നു. ഞാൻ എൻ്റെ കുറച്ച് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് ഒരുപാട് ഇമെയിലും ഒരുപാട് മെസ്സേജസുമാണ് എൻ്റെ അതേ രീതിയിൽ കടന്നുപോയി ഒരുപാട് ആൾക്കാരുടെ നിന്ന് എനിക്ക് വന്നത്. അന്ന് ആ ഇമെയിലും മെസ്സേജും ഒക്കെ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് മുന്നേയും ഇനി എനിക്ക് ശേഷവും ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ വന്നേക്കാം എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ എനിക്ക് ആ ഇമെയിലും മെസ്സേജസും തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ആർക്കെങ്കിലുമൊക്കെ ഒരു ആശ്വാസമായിരിക്കും നാളെ നോക്കുമ്പോൾ അവരും ഒറ്റയ്ക്കല്ല എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ കൂടുതൽ ബിൽഡപ്പ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തംബ്നെയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഡെലിവറിക്ക് ശേഷമുള്ള എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണീനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത കുറച്ച് മിനിറ്റുകൾ സംസാരിക്കാൻ പോകുന്നത്. പലർക്കും ഇത് അനാവശ്യമായൊരു ടോപ്പിക്കായിട്ട് തോന്നിയേക്കാം, പക്ഷേ ചിലർക്കെങ്കിലും ഇതിൻ്റെ ഒരു ആവശ്യം ഫീൽ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ വിചാരിക്കാത്ത കുറേ ഇമോഷൻസ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു ബ്രസ്റ്റ് ഫീഡിങ്. അപ്പോൾ ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. പെട്ടെന്ന് അങ്ങോട്ട് ടോപ്പിക്കിലോട്ട് എടുത്തു ചാടാതെ കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും ബിൽഡപ്പ് ഒക്കെ കൊടുത്തു വരുമ്പോഴായിരിക്കും എനിക്കും കൂടുതൽ നന്നായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുമോ തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് 2025 ജൂലൈ 17 തിരിച്ചു പോവാം. അന്നായിരുന്നു എൻ്റെ ഡെലിവറി. ഏകദേശം ഒരു അരമണിക്കൂറിൽ യുവാൻ വിഷ്ണു ജനിക്കും. The course towards You're you, going okay? to come toward us. Very good. And you can cut. Yes, very well done. നമ്മളൊരു നോർമൽ ഡെലിവറി ആയിരുന്നു എക്സ്പെക്ട് ചെയ്യും ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം വന്നത് കാരണം നമുക്കൊരു എമർജൻസി C-സെക്ഷന് പോകേണ്ടി വന്നു. കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കുറയുക എന്നുള്ളതായിരുന്നു നമുക്ക് അവസാനം വന്നൊരു പാനിക് സിറ്റുവേഷൻ. അങ്ങനെ C-സെക്ഷന് ശേഷം കുട്ടീനെ കയ്യിൽ കിട്ടിയതും നമ്മുടെ എല്ലാവരുടെയും മേജർ കൺസേൺ എന്ന് പറയുന്നത് യുവി ഓക്കെ അല്ലേ എന്നുള്ളതായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് യുവിയുടെ ഹാർട്ട് ബീറ്റ് ഓക്കെ ആയിരുന്നു. അവൻ്റെ റിഫ്ലക്സസും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തു. അതിലും കാര്യമായി പ്രശ്നമൊന്നും കാണാത്തപ്പോൾ നമ്മൾ തൊട്ടടുത്ത റൂമിലോട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റി. അവസാനം വിചാരിച്ച പോലെ നല്ല എന്തൊക്കെയോ തകിടം പറഞ്ഞു. ഡോക്ടറും നഴ്സും ഇതേ സമയം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. എന്നെയും യുവിയുടെയും പല കാര്യങ്ങളും അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ചെക്കപ്പിൻ്റെ ഇടയിൽ യുവിയുടെ ഗ്ലൂക്കോസ് ലെവൽ കുറച്ച് ലോ ആണെന്ന് അവർ പറഞ്ഞു. കുറച്ചധികം ലോ ആയിരുന്നു. അതുകൊണ്ട് അതിന് അത്യാവശ്യം നല്ല അറ്റൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അപ്പം തന്നെ പീഡിയാട്രിക് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഏകദേശം ഒരാഴ്ചയോളം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. യുവിയുടെ ഗ്ലൂക്കോസ് ലെവലും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്പായിട്ട് വരുന്നത് വരെ. ഇപ്പം പറയുമ്പോൾ ഞാൻ എത്ര സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിലും അന്ന് ഞാനും വിഷ്ണുവും ഏറ്റവും ടെൻഷൻ അടിച്ച കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ. കാരണം 2, 3, 4 ദിവസം കഴിഞ്ഞ് ഡ്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ടും അവന് ഗ്ലൂക്കോസ് ലെവൽ അപ്പായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒപ്പം കുഞ്ഞു ബോഡിയല്ലേ, കുറേ തവണ നമ്മൾ ഡ്രിപ്പ് ഇടാനൊക്കെ വേണ്ടിയിട്ട് വെയിൻ കിട്ടുന്നില്ല. പല ഡോക്ടേഴ്സ് വരുന്നു, മൾട്ടിപ്പിൾ ടൈംസ് ട്രൈ ചെയ്യുന്നു, അവൻ കരയുന്നു. കാലിൻ്റെ അടിയിൽ നിന്ന് കുറേ തവണ ബ്ലഡൊക്കെ എടുത്തു കഴിഞ്ഞ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ബ്ലഡൊക്കെ എടുത്തു കഴിഞ്ഞ് കാലിൻ്റെ അടിയൊക്കെ കുറച്ചിങ്ങനെ നീലച്ചൊരവസ്ഥയായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു കുഞ്ഞ് കുട്ടിയിൽ കാണുമ്പോൾ, അതും നമ്മുടെ കുട്ടിയിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വിഷമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനത്തെ കുറച്ച് ദിവസങ്ങളായിരുന്നു ആ ഒരാഴ്ച എന്ന് പറയുന്നത്. ഇത് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പീഡിയാട്രിക് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ഉടനെ എല്ലാവരും പൊതുവേ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും കുട്ടിക്ക് ഇനി ഫീഡ് ചെയ്യണമല്ലോ എന്നുള്ളത്. അങ്ങനെ ഫീഡിങ്ങിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചിന്തിക്കും പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞൊരു സജഷനായിരുന്നു, നമുക്ക് യുവിക്ക് ഫോർമുലയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ സജഷൻ. കാരണം യുവിയുടെ ഗ്ലൂക്കോസ് ലെവൽ അത്യാവശ്യം കൺസേണിങ് ആയിട്ട് ലോ ആണ്.
ഈ ഒരു സമയത്ത് അവനെ കൂടുതൽ ബ്രസ്റ്റിൽ ലാച്ച് ചെയ്യിപ്പിച്ച് അവനെ ടയേർഡ് ആക്കിപ്പിക്കണം എന്ന് തോന്നുന്നില്ല. നമുക്ക് അതുകൊണ്ടൊരു 10 ml ഫോർമുലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു സജഷൻ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു. ഏതൊരു സിറ്റുവേഷനിലും പേഷ്യൻറ്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ അവന് ഫോർമുലയിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ യുവിക്ക് ഫോർമുല സ്റ്റാർട്ട് ചെയ്യാമെന്ന് സജസ്റ്റ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ എന്നോട് ബ്രസ്റ്റ് പമ്പിങ്ങും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എത്രത്തോളം കുട്ടി പാല് കുടിക്കുന്നോ അത്രത്തോളമാണല്ലോ ഒരു അമ്മയുടെ ശരീരത്തിൽ പാലുണ്ടായിക്കൊണ്ടിരിക്കുക. അവരുപയോഗിച്ച ഫ്രേസ് തന്നെ ഇതായിരുന്നു, സപ്ലൈ ഓൺ ഡിമാൻഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ബ്രസ്റ്റ് പമ്പിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പമ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ബ്രസ്റ്റ് പമ്പ് വെച്ചിട്ടല്ല കേട്ടോ നമ്മൾ പമ്പിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ ഒരു ബ്രസ്റ്റ് പമ്പ് നമുക്ക് റെന്റിന് എടുക്കാൻ വേണ്ടി കിട്ടുമായിരുന്നു. അത് കുറച്ചും കൂടെ പ്രഷറിലാണ് ബ്രസ്റ്റ് പമ്പ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ കുട്ടി കുടിക്കുന്ന പോലെയൊക്കെ ബ്രസ്റ്റ് പമ്പ് ചെയ്യാൻ പറ്റുന്ന സെറ്റിംഗ് ഒക്കെ അതിലുണ്ടായിരുന്നു. അത് വെച്ച് അന്ന് രാത്രി തന്നെ നമ്മൾ ബ്രസ്റ്റ് പമ്പിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആദ്യമായിട്ട് ഡെലിവറി കഴിഞ്ഞ് കുട്ടി കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രസ്റ്റ് പമ്പ് ചെയ്യുന്ന സമയത്ത് കൊളസ്ട്രോം തന്നെ തോന്നുന്നു അത് റൈറ്റ് ആയിട്ട് പറയുക, ഇത് ലിക്വിഡ് ഗോൾഡ് എന്ന് പറയും. ആദ്യം നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ബോഡിയിൽ നിന്ന് വരുന്ന പാലിന് മുന്നേ വരുന്ന ഒരു കാര്യമാണ്. അത് അത്രയും അധികം ന്യൂട്രീഷ്യസ് ആണ്, ഭയങ്കര അടിപൊളിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് യുവിക്ക് നമ്മൾ കൊടുത്തു. അതിനുശേഷം ഞാൻ റെഗുലർ ഇൻ്റർവെല്ലിൽ കൃത്യമായിട്ട് പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കിട്ടുന്ന പാല് നമ്മളൊരു ബോട്ടിലോട്ട് മാറ്റി യുവിക്ക് നമ്മൾ ബോട്ടിലിൽ ഫീഡ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയങ്ങളിൽ തന്നെ എനിക്ക് ആക്ച്വലി സപ്ലൈ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. പക്ഷെ ഗോയിങ് ഫോർവേഡ് കൂടുതൽ നമ്മൾ പമ്പ് ചെയ്യും തോറും കൂടുതൽ യുവി കുടിക്കും തോറും ഒക്കെ ഇനി പാല് കൂടി വരുന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഹോസ്പിറ്റലിലെ ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ രീതിയിൽ റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, യുവിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയാണോ എന്നോട് ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറഞ്ഞത് അത് കൃത്യമായി നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ആദ്യത്തെ 7 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു 7 ദിവസമായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ 3-4 ദിവസം കഴിഞ്ഞിട്ടും നമുക്ക് യുവിയുടെ ഗ്ലൂക്കോസ് ലെവൽ അപ്പാക്കി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എപ്പോൾ നമ്മൾ സപ്പോർട്ട് മാറ്റുന്നോ അപ്പോൾ വീണ്ടും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് ലെവൽ താഴെ പോവുമായിരുന്നു. ഒരു ദിവസം രാത്രി എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 3-4 പീഡിയാട്രീഷ്യൻ ഒക്കെ റൂമിലോട്ട് വന്നു കഴിഞ്ഞ് എങ്ങനെയാണ് നമുക്ക് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള ഡിസ്കഷനൊക്കെ അവർ തമ്മിൽ നടക്കുന്നത്. കുറേയൊക്കെ ഡച്ചിലായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. അവർ കുറേയൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. എന്നാലും ആകെ മൊത്തം ഭയങ്കര പാനിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ആദ്യത്തെ ഒരു 4-5 ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ എൻ്റെ ഒരു മേജർ കൺസേൺ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്നുള്ളതായിരുന്നില്ല, യുവി എങ്ങനെയെങ്കിലും മെഡിക്കലി ഓക്കെ ആയിട്ട് വരിക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് യുവിയുടെ ഹെൽത്തിനെ പറ്റിയിട്ടായിരുന്നു. അങ്ങനെ ഏകദേശം 5 ദിവസം കഴിഞ്ഞപ്പോൾ യുവിയുടെ ഗ്ലൂക്കോസ് ലെവൽ ഓക്കെ ആയി. നമ്മൾ നെക്സ്റ്റ് 1-2 ഡേയ്സിൽ നമ്മളവിടുന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ റിയൽ ബ്രസ്റ്റ് മിൽക്ക് കുറവാണെന്നുള്ള ഇഷ്യൂ അല്ലെങ്കിൽ കൺസേൺ എനിക്ക് തന്നെ കൂടുതൽ ഒരു പ്രശ്നമായി വരാൻ വേണ്ടി തുടങ്ങിയത്. വീട്ടിലെത്തിയ സമയത്ത് ഈ പറഞ്ഞതുപോലെ യുവിനെ കൊണ്ട് നമ്മൾ ലാച്ച് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം അവൻ്റെ ഗ്ലൂക്കോസ് ലെവലും കാര്യങ്ങളും എല്ലാം നോർമലായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഓരോ തവണ പമ്പ് ചെയ്ത് കഴിയുമ്പോഴും ഒരു 5 ml അല്ലെങ്കിൽ ഒരു 10 ml ഒക്കെയാണ് പാല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നത്. അതൊട്ടും യുവിയുടെ വിശപ്പിന് മാറ്റാൻ മാത്രമുള്ള പാലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിന് ശേഷം അവൻ ഫോർമുലയും അത്യാവശ്യം കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞ് കുറച്ച് ദിവസം ഈ ഒരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോയത്. ദിവസം മുന്നോട്ട് പോകുന്തോറും എനിക്ക് ആദ്യം വില്ലനായിട്ട് വന്നത് എൻ്റെ മനസാക്ഷി തന്നെയായിരുന്നു കേട്ടോ. കാരണം ഞാൻ ജനിച്ച് വളർന്നു വന്ന സാഹചര്യത്തിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് ഞാൻ കേട്ടിട്ടും കണ്ടിട്ടുള്ളൂ. പാല് കുറവുള്ളപ്പോൾ ഫോർമുലയിൽ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ അന്ന് അതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ ചിന്തിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ നോളേജ് വായിച്ചുണ്ടാക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഫീഡ് ചെയ്യുന്നത്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ബ്രസ്റ്റ് മിൽക്ക് കുട്ടി കുടിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ ഒപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വിഷ്ണുവിൻ്റെ അടുത്ത് പറയുമായിരുന്നു, നമ്മൾ 3rd ട്രൈമസ്റ്റർ ആവുന്ന സമയത്ത് കുട്ടിക്കും അമ്മയ്ക്കും വേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ച് വീടൊന്ന് റെഡിയാക്കുമല്ലോ. യുവിക്ക് വേണ്ട ഡയപ്പർ, അതേപോലെ അവൻ്റെ കുറച്ച് ക്ലോത്ത്സ്, ഹൈഡ്രോഫില്ല്, ക്രിബ്, ബാസ്നെറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതിൻ്റെ ഒപ്പം തന്നെ അമ്മയ്ക്കും ഇനീഷ്യൽ ഫേസിൽ സപ്പോർട്ടിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും ഇന്നേ വരെ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാത്ത ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ് എന്നുള്ളത്. കാരണം നമ്മൾ ഫീഡ് ചെയ്ത് നമ്മൾ ടയേർഡായി പോവും, നമുക്ക് ബാക്ക് പെയിൻ വരാൻ വേണ്ടി തുടങ്ങും, നമുക്ക് ഉറക്കം ഒട്ടും റെഗുലർ ആയിരിക്കില്ല. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണി എനിക്ക് എത്രത്തോളം ഈസി ആക്കാൻ പറ്റും എന്നുള്ളതിന് വേണ്ടി ഞാൻ ഒരു റീക്ലൈനർ ചെയറും അതിന് പറ്റുന്ന ഏറ്റവും നല്ല സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക ബ്രസ്റ്റ് ഫീഡിങ്ങിന്
ബ്രസ്റ്റിങ്ങിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പില്ലോയും അതേപോലെ തന്നെ എക്സ്ട്രാ വരുന്ന മിൽക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് ബാഗ്സും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു വെച്ച് ഞാൻ അത്രയും അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷെ ഓൾ ഓഫ് എ സഡൻ ഞാൻ ഒട്ടും ചിന്തിക്കാതെ അല്ലെങ്കിൽ ഒട്ടും ഡിസ്കഷനിൽ വരാത്ത അല്ലെങ്കിൽ എന്നോട് ആരും പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ പറയാത്തൊരു കാര്യമായിരുന്നു എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവായിരിക്കും എന്നുള്ളത്. യുവിക്ക് വേണ്ട രീതിയിൽ എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റാതെ കഴിഞ്ഞപ്പോഴും എനിക്ക് വേണ്ടത്ര ബ്രസ്റ്റ് മിൽക്ക് കിട്ടാതെയായി കഴിഞ്ഞപ്പോഴും എനിക്ക് ഇനീഷ്യൽ ഡേയ്സിൽ ഭയങ്കര അധികം ഫ്രസ്ട്രേഷനും അതിലുപരി ഭയങ്കര ഒരമ്മ എന്ന രീതിയിൽ ഞാൻ എന്നെ വളരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു. വീട്ടിൽ വന്നിട്ടുള്ള ഒരു 2-3 ആഴ്ച മൾട്ടിപ്പിൾ കാര്യങ്ങൾ പലരും സജസ്റ്റ് ചെയ്തതും അല്ലെങ്കിൽ ഇങ്ങനെ റാൻഡംലി കേട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറുപയർ കഴിക്കുക, ഉലുവട കഞ്ഞി കഴിക്കുക, അതാക്കുക, തിരിഞ്ഞു കിടക്കുക, മറിഞ്ഞു കിടക്കുക, അങ്ങനെ എന്തൊക്കെയാണോ നമ്മൾ കേട്ടിട്ടുള്ളത് കുറേ കാര്യങ്ങളൊക്കെ ഒരു കാര്യമില്ല നമുക്ക് അറിയുന്നുണ്ടെങ്കിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളത് കാരണം കേട്ട കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രൈ ചെയ്തിട്ട് ഒരു റിസൾട്ടും കിട്ടാതെ ആവുമ്പോൾ എന്തായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വളരെ അധികം ബുദ്ധിമുട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു ആ കുറച്ച് ദിവസങ്ങൾ. അങ്ങനെ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ഇവിടെ ഡോക്ടറെ അടുത്ത് പറഞ്ഞ സമയത്ത് ഇവിടെ നമുക്ക് ലാക്ടേഷൻ എക്സ്പേർട്ടിനെ വീട്ടിലോട്ട് വിളിച്ച് അവർ നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി കൂടുതൽ ബ്രസ്റ്റിൽ നിന്ന് തന്നെ പാല് കുടിക്കും, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സ്പേർട്സ് ഉണ്ട്. അവർ നമുക്ക് വീട്ടിൽ വന്നിട്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ അതിന് പറയുക എനിക്ക് തോന്നുന്നു ലാക്ടാസി കുന്തഹ എന്നാണ് പറയുക തോന്നുന്നു, പ്രൊനൗൺസ് ചെയ്ത് ചിലപ്പോൾ തെറ്റായിരിക്കും. ലാക്ടേഷൻ എക്സ്പേർട്ട് അത് തന്നെയാണ് റൈറ്റ് വേർഡ് എന്ന് എനിക്ക് തോന്നുന്നു, തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവരെ നമ്മൾ വിളിച്ചു. അങ്ങനെ ആ ലേഡി വീട്ടിൽ വന്നു. എന്തൊക്കെയാണ് നമുക്കിനി ബ്രസ്റ്റ് മിൽക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരുപാട് സജഷൻസും കാര്യങ്ങളും അവർ പറഞ്ഞു തന്നു. അവർ പറഞ്ഞൊരു കാര്യം, ഒരു 20-25 മിനിറ്റ്സ് എങ്കിലും യുവി ലാച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അപ്പം തന്നെ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് തോന്നും കുട്ടി പിന്നെയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പാല്, അപ്പോൾ അതിനനുസരിച്ച് വീണ്ടും സപ്ലൈ കൂട്ടണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ബോഡിക്ക് വരുന്നൊക്കെ. അങ്ങനെ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അവർ പറഞ്ഞ എല്ലാ ഫുഡും നമ്മൾ കഴിച്ചു. ജീരകവെള്ളം ഒരുപാട് കുടിക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് പിന്നെയും പാല് കുടിച്ചു കഴിഞ്ഞാൽ യുവി കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കില്ല, കാരണം അവന് പാല് കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ അവൻ നിർത്തി പിന്നെയും ഭയങ്കര കരച്ചിൽ തുടങ്ങും. നമ്മൾ ഫോർമുല കൊടുക്കും. ഞാൻ പിന്നെ ഇവർ പറഞ്ഞതുപോലെ പിന്നെയും പമ്പ് ചെയ്യും. പമ്പ് ചെയ്ത് കഴിഞ്ഞ് ഒരു 1/4-3 മണിക്കൂർ പമ്പ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോഴും നമുക്കൊരു 5 ml പാലൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഓൾറെഡി നമുക്ക് ഒരു ചേഞ്ച് ആണല്ലോ, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, ഹോർമോൺ എല്ലാം മാറുന്ന ഒരു സമയമാണ് പോസ്റ്റ്മോർട്ടം. അതിൻ്റെ ഒപ്പം ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആവാത്ത, ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കേൾക്കുമ്പോൾ പലർക്കും ചിലപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയേക്കാം. പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് രാത്രികൾ ഞാൻ ഇത് ആലോചിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഒരമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ വാല്യൂ എത്രത്തോളം കുറവാണ് എന്നുള്ളത് എനിക്ക് തന്നെ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഉള്ളിലെ വില്ലൻ എൻ്റെ മനസാക്ഷിയായിരുന്നു ആദ്യം. അതിനുശേഷമാണ് എനിക്ക് കുറേ റാൻഡംലി വന്ന ആൾക്കാരും വില്ലന്മാരായിട്ട് വന്നു തുടങ്ങിയത്. പക്ഷെ ആദ്യം എന്നെ ഞാൻ ചോദ്യം ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. പാല് കൊടുത്തില്ലെങ്കിൽ യുവിക്ക് എൻ്റെ അടുത്ത് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ലേ, ഇമ്മ്യൂണിറ്റി വേണ്ടത്ര യുവിക്ക് കിട്ടില്ലേ, അവന് വേണ്ടത്ര പാല് പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ എനിക്ക് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്യുക, പിന്നെയും പാല് കൂടുമോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ. എൻ്റെ ഈ ഒരു ഇന്നർ സർക്കിൾ, ഈ ഒരു വീട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ എൻ്റെ വളരെ അടുത്ത കൂട്ടുകാർ ഇവിടെ ഉള്ളവരുണ്ടല്ലോ, അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. അവരൊരു തവണ പോലും എന്നെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം പോലും അവർ ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഒപ്പം എന്നെ എങ്ങനെയൊക്കെ ഈ ഒരു ജേണി എനിക്ക് ഈസിയാക്കി തരാൻ പറ്റുമോ അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അവർ പറയുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇവരല്ലാതെ നമ്മുടെ സർക്കിളിന്റെ പുറത്തുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അതായത് പ്രസവമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്ന കുറച്ച് ആൾക്കാർ. അവർ വിളിച്ചു കഴിഞ്ഞാൽ വളരെ കാഷ്വലായിട്ട് പലരും ആദ്യം ചോദിക്കുന്ന വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്കന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, പാലക്കല്ലേ എന്നുള്ളത്. അവരത് ഒരു വാക്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത് എന്നെ വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. പക്ഷെ അത് ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയി തീർന്നിട്ടുണ്ടായിരിക്കാം ഇത്രയും കൊല്ലം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ചത് കാരണം. ആ ചോദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തുടക്കത്തിലൊക്കെ ഞാൻ പാലില്ല എന്നുള്ളത് പറയാൻ ഞാൻ മെന്റലി ഓക്കെ ആയിരുന്നില്ല. ഞാൻ പാലുണ്ട്, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്.
പക്ഷെ ആ ഓരോ ചെറിയ ചോദ്യവും എനിക്ക് 1-2 ദിവസം എന്നെ അപ്സെറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും കോൺവെർസേഷൻസും ആയിരുന്നു അതെല്ലാം. നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയ വിഷമമുള്ള കാര്യത്തിലൂടെ കുറച്ച് കാലം കടന്നു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്തിട്ടും ഒരു ഇമ്പ്രൂവ്മെന്റ്സും കാണാതെ ആവുമ്പോൾ മെന്റലി നമ്മൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ചില ദിവസം നമുക്കൊരു പ്രത്യേക സ്ട്രെങ്ത് കിട്ടുമല്ലോ ഇത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഒരു ബോധോദയം എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ബ്രസ്റ്റ് മിൽക്ക് കുറയുക എന്നുള്ളത് എൻ്റെ ചോയ്സ് അല്ല. ഞാൻ ഇതിന് എന്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ട്രൈ ചെയ്തു. ആൻഡ് ഒരമ്മയാവുക എന്നുള്ളത് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. യുവിക്ക് നല്ലൊരു പ്രൊവൈഡർ ആവുക, അവന് വേണ്ട സിറ്റുവേഷനിലെല്ലാം അവൻ്റെ ഒപ്പം നിൽക്കുക, അവന് വേണ്ടത്ര സ്നേഹം കൊടുക്കുക, ഇതെല്ലാം ഒരമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഫീഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ബാക്കി എല്ലാം കൊടുത്തും കൊണ്ട് യുവിക്ക് ഒപ്പം നിൽക്കാൻ എനിക്ക് പറ്റണം, അതാണ് ഇനി എനിക്ക് ചെയ്യാനുള്ളത് എന്നുള്ളൊരു ബോധോദയം എനിക്കൊരു ദിവസം വന്നു. അതിൻ്റെ മോളനെ ഞാൻ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു, ഞാനിത് പാത്തും പതുങ്ങിയും പറഞ്ഞ് ഒളിപ്പിച്ച് വെച്ച് നാണക്കേടായി കൊണ്ടുനടക്കേണ്ട ഒരു കാര്യമല്ല എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ എന്നെ ആര് വിളിച്ച് ചോദിക്കുമ്പോഴും ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമായിരുന്നു, ഇല്ല പാല് കുറവാണ്, അതുകൊണ്ട് ഫോർമുലയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വലിയ മടിയൊന്നുമില്ലാതെ അവരുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഇത് പറയേണ്ട ഒരു അവസ്ഥയ്ക്ക് തന്നെ ഞാൻ ഒരുപാട് ദിവസം കഴിഞ്ഞ് എന്നോട് തന്നെ സംസാരിച്ച് ഒരു സെൽഫ് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് പറയാം എന്നുള്ളൊരു ലെവലിലോട്ട് ഞാൻ എത്തുന്നത്. പക്ഷെ വൺസ് ഇതിനെപ്പറ്റി വോക്കലായിട്ട് പറയാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പല ആൾക്കാരുടെയും പല വാക്കുകളും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ എന്തിൽ കൂടെയൊക്കെ ഗോ ത്രൂ ചെയ്തു എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. പാല് കുറവാണെന്ന് ഞാൻ പറയുമ്പോൾ അത് എൻ്റെ ഒരു കുറ്റം, എൻ്റെ ഒരു തെറ്റ്, ഞാനൊരു പോരാത്ത ആള് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. അതൊരിക്കലും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരല്ല കേട്ടോ. ഞാൻ ഇന്നേ വരെ കാണുക അല്ലെങ്കിൽ ഒരു 10 കൊല്ലമായിട്ട് മിണ്ടാത്ത ആൾക്കാർ ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഇമ്പോർട്ടൻസ് അറിയിക്കാൻ വേണ്ടി എന്നെ ഫോൺ വിളിച്ച നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ വിളിച്ചിട്ട് കുട്ടിയും അമ്മയും തമ്മിൽ ഇനി ബന്ധം ഉണ്ടായിരിക്കില്ല, മുലപ്പാൽ കിട്ടിയില്ലെങ്കിൽ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കില്ല, പാല് കുടിക്കാതെ കുട്ടിയുടെ ഒരു യോഗം നോക്കണേ, ഒരു തുള്ളി മുലപ്പാൽ കുടിക്കാനുള്ള യോഗം ഇല്ലല്ലോ. അങ്ങനെ എൻ്റെ അടുത്ത് എന്താണ് അവരത് പറയണേന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചോയ്സ് ആയിരുന്നില്ല യുവിക്ക് പാല് കൊടുക്കേണ്ട എന്നുള്ളത്, എൻ്റെ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ എന്നെ കൂടുതൽ എങ്ങനെ ഉപദ്രവിക്കാം എന്ന മാനസികാവസ്ഥയിൽ വിളിച്ചിട്ടുള്ള ഒരുപാട് നല്ലവരായ മനുഷ്യരെ എനിക്കത് പരിചയപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമ്മളൊക്കെ പല കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടും പല സ്ട്രെങ്ത് റീഗെയിൻ ചെയ്തിട്ടും ഒക്കെ ഉണ്ടായിരിക്കും. എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ജീവിതങ്ങൾ വെച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ അങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈനൊന്നും ആയിരുന്നില്ല കേട്ടോ. നല്ല അപ്പായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, നല്ല ഡൗൺഫോൾസ് ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് പിടിച്ച് കരഞ്ഞ് എണീറ്റ് വീണ്ടും നമ്മൾ ലൈഫ് നോർമലാക്കാൻ വേണ്ടി ശ്രമിച്ച് പിന്നെയും നോർമലായി ജീവിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് അങ്ങനത്തെയൊക്കെ പല ഗ്രാഫിലൂടെ നമ്മൾ പോയിട്ടുള്ള ഒരു ജീവിതമാണ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ജീവിതത്തിലൊക്കെ നടന്ന ചില കാര്യങ്ങൾ നമുക്ക് ആൾക്കാർ അറിയുമ്പോൾ നാണക്കേട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വിഷമം വരും, ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ഓക്കെ അല്ലാത്ത പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട്. ഇത് സംസാരിക്കുമ്പോൾ നമുക്ക് വിഷമമാണ്, നാണക്കേടാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാർ ഇതേ കാര്യം നമ്മളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനും നമ്മളെ പറ്റിയിട്ട് സംസാരിക്കാനും ഒക്കെ വന്നു തുടങ്ങും. ആദ്യം നമ്മൾ ഇതിനായിട്ടൊക്കെ ഒരു പീസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി എന്നോട് ആരെന്ത് സംസാരിച്ച് കഴിഞ്ഞാലും എനിക്കൊരു കൂസലും ഇല്ല എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനൊന്നും അവർക്കും വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല. കാരണം അവരുടെ ഉദ്ദേശം നമ്മളെ കുറച്ച് ഉപദ്രവിക്കലായിരിക്കുമല്ലോ. ആ ഉദ്ദേശം നടക്കാത്തപ്പോൾ അവർ തന്നെ മെല്ലെ മിണ്ടാതിരുന്നോളും എന്നുള്ള ഒരു കാര്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ പാസ്റ്റിനായിട്ടും എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളായിട്ടും പീസ് കണ്ടുപിടിച്ച് ഞാൻ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതിലാണ് ഞാൻ അവസാനം ഒരു സമാധാനം കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രസ്റ്റ് മിൽക്ക് കുറവാണെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് ഞാനത് ആക്സെപ്റ്റ് ചെയ്ത് അത് എന്നെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല സംസാരിക്കുമ്പോൾ എന്നുള്ളൊരു ഫീലിംഗ് വേറുള്ളവർക്ക് കിട്ടിയതിന് ശേഷം എന്നോട് അതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളും അതിനെ പറ്റിയിട്ടുള്ള മറുപടികളും ഒക്കെ അത്യാവശ്യം നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ യൂട്യൂബിലും ഇങ്ങനെ വന്ന് പറയാൻ വേണ്ടി തുടങ്ങിയത്, എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവാണ്, യുവിക്ക് നമ്മൾ ഫോർമുലയിലാണ് സപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അന്ന് ഈ പറഞ്ഞതുപോലെ കമൻറ്റ് സെഷനിലും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലുമായിട്ട് ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇമെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ജേർണി ഉണ്ടായിരുന്നത്. അത് ഞാൻ ഓവർകം ചെയ്തു. ഒരു 5 മാസമായതിന് ശേഷം നമ്മൾ യുവിക്ക് കംപ്ലീറ്റ് ഫോർമുല ഫീഡാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 months ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ റെഗുലറായിട്ട് സോളിഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവന് ഇൻ്റർവെല്ലിൽ നമ്മൾ ഫോർമുല തന്നെയാണ് കൊടുക്കുന്നത്. അതിൽ ഞാൻ ഹാപ്പിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഹാപ്പിയാണ്. കാരണം
ബ്രസ്റ്റ് മിൽക്ക് കുറവാണെന്നുണ്ടെങ്കിലും അവന് പറ്റുന്ന ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫോർമുല അവന് വാങ്ങി കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓരോ തവണ അവൻ വിശക്കുമ്പോഴും പാല് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവന് ഒരു 2-3 മിനിറ്റിൽ കൂടുതലൊന്നും ഒരിക്കലും പാലിന് വേണ്ടി കരയേണ്ട സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല. അവൻ്റെ വിശപ്പ് മാറുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും എനിക്ക് അവൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ കേട്ടോ. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാതെ കഴിഞ്ഞപ്പോൾ എന്നോട് പലരും പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം യുവിക്ക് എൻ്റെ അടുത്ത് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതെനിക്ക് വിഷമമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം എന്തായിരിക്കും ഇത് ഗോയിങ് ഫോർവേഡ് എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ. സാധാരണ എപ്പോഴും കുട്ടികൾ അമ്മയുടെ അടുത്ത് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നത് നമ്മൾ കാണും. ഞാനും അത് കണ്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ എൻ്റെ മോൻ എൻ്റെ അടുത്ത് അറ്റാച്ച്മെൻറ്റ് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കുറച്ച് കാലം നമുക്ക് അറ്റാച്ച്മെൻ്റ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് എൻ്റെ ഈ ഒരു ഇൻകേപ്പബിലിറ്റി ആണോ കാരണം എന്നുള്ള അങ്ങനത്തെ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കുമല്ലോ തുടക്കത്തിൽ. അതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യുവിക്ക് 10 മാസം ആവാനായി. എന്നവന് തിരിച്ചറിവ് വന്നു തുടങ്ങിയോ, അല്ലെങ്കിൽ എന്നവന് മുഖങ്ങൾ മനസ്സിലായി തുടങ്ങിയോ, കംഫർട്ട് മനസ്സിലായി തുടങ്ങിയോ, അവൻ്റെ ഏറ്റവും കംഫർട്ട് പോയിന്റ് ഞാൻ തന്നെയാണ്. ഇപ്പോഴും എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും എൻ്റെ അടുത്തേക്ക് ചാടി തുള്ളി തന്നെയാണ് വരിക. എൻ്റെ അടുത്ത് അടങ്ങിയിരിക്കുക, എന്നെ കെട്ടിപ്പിടിക്കുക, രാത്രി കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് കിടക്കുക എന്നുള്ളതൊക്കെ യുവി വളരെയധികം പ്രിഫർ ചെയ്യുന്നൊരു കാര്യമാണ്. യുവിക്ക് എത്രത്തോളം ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അവൻ്റെ ഓരോരോ ദിവസത്തിലോ ഓരോരോ ആക്ഷൻസിലോ അവൻ കാണിക്കാറുണ്ട്. കരയുന്ന കുട്ടി ഞാൻ എടുക്കുമ്പോൾ നിർത്തുക, അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ ഫീഡ് ചെയ്യാത്തത് കാരണം അങ്ങനത്തെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അകൽച്ചയൊന്നും യുവിക്ക് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ വീണ്ടും എനിക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലായത്, നമ്മൾ ഫീഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞ് അത് അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം അവിടെ തീരുന്ന ഒരു കാര്യമല്ല. ആൻഡ് പല ആൾക്കാരും അവരുടെ ചോയ്സ് ആയിട്ട് ഫോർമുല ഫീഡിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓരോ ആൾക്കാരും അവരുടെ സിറ്റുവേഷനിൽ ഇരുന്നു കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ അവരെയൊക്കെ ജഡ്ജ് ചെയ്യാതിരിക്കുക, അതിലൊക്കെ വലിയ അഭിപ്രായങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഞാൻ ഇത്രയധികം മെൻ്റൽ സ്ട്രെസ്സിലൂടെ കടന്നുപോയ സമയങ്ങളിലായിരുന്നു എൻ്റെ അടുത്ത് ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ വിളിക്കും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കത് എത്രത്തോളം അന്ന് വിഷമം ഉണ്ടാക്കിയിരുന്ന കാര്യമാണെന്നുള്ളതും എനിക്കത് എത്രത്തോളം അന്ന് ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു എന്നുള്ളതും എനിക്ക് ഇവിടെ ഇങ്ങനെ പറഞ്ഞുതരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പേരൻറ്റിങ്ങിലാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റായിരിക്കും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുക. ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യാസമാണ്, ഓരോരുത്തരുടെയും മാനസികാവസ്ഥ വ്യത്യാസമാണ്, ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ വ്യത്യാസമാണ്, ഓരോരുത്തരും വളരുന്ന സാഹചര്യം വ്യത്യാസമാണ്, ഓരോരുത്തരുടെയും പ്രിഫറൻസ് വ്യത്യാസമാണ്. അപ്പോൾ ഈവൻ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിലും വേറെ പല മെഡിക്കൽ കണ്ടീഷൻ കാരണം ഫോർമുല ഫീഡിങ്ങിലോട്ട് സ്വിച്ച് ചെയ്ത ആൾക്കാർ അതിനുശേഷം ഞാൻ കാണും, സംസാരിക്കും ഒക്കെ ചെയ്തു. എല്ലാവരും അവരുടെ ബെസ്റ്റാണ് അവരുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുക. നമുക്ക് പുറത്തിരുന്നിട്ട് പല കാര്യങ്ങൾ പറയാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ അവരുടെ ജീവിതത്തിലോട്ട് ചെന്ന് കഴിഞ്ഞ് അവരുടെ എന്തൊക്കെ ഗോ ത്രൂ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ പേരൻസും അവരുടെ ബെസ്റ്റാണ് അവരുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഞാൻ വീണ്ടും എന്തിനിവിടെ പറഞ്ഞു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതിവിടെ പറയണമെന്ന് തോന്നി. കാരണം ഞാൻ പറഞ്ഞില്ലേ, അന്ന് ചെറുതായിട്ടൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് ഇമെയിലും മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു. എന്നെപ്പോലത്തെ സിമിലർ സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആൾക്കാർ. അന്ന് ആ മെസ്സേജും ഇമെയിലും ഒക്കെ എനിക്കൊരു ആശ്വാസമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല. അവരുടെ പല എക്സ്പീരിയൻസും എനിക്കൊരു സപ്പോർട്ടായിരുന്നു. അതേപോലെ തന്നെ ഈ വീഡിയോ ഇവിടെ കിടക്കുകയാണെങ്കിൽ നാളെ ഈ വഴിയിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഈ വഴിയിൽ കൂടെ കടന്നു പോയവർക്കോ അവരും ഒറ്റയ്ക്കെല്ലാം തോന്നുന്ന ഒരു വീഡിയോ ആയിട്ട് ഇത് മാറുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ഈ വീഡിയോൻ്റെ ഒരു സക്സസ് ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ പറയുന്നൊരു കാര്യമാണ്, യുവി ഫോർമുല ഫീഡിലാണ് നമ്മളിപ്പോൾ യുവിയുടെ വിശപ്പ് മാറ്റുന്നത്. യുവിയിലിപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാറില്ല. എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവായിട്ടുള്ളൊരു മദറായിരുന്നു. അത് കാരണം ഒരു പ്രശ്നവും എൻ്റെ ലൈഫിൽ ഇനീഷ്യൽ സ്റ്റേജിൽ മെൻ്റലി കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നല്ലാതെ ഞാനും യുവിയും തമ്മിലോ എൻ്റെ ഫാമിലിയിലോ എന്നെ ആരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കേണ്ട രീതിയിലും കണ്ടിട്ടില്ല. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ, അതായത് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ട് നിന്നതും എനിക്കിത് ഓവർകം ചെയ്യാനുള്ള റീസൺ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക. ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും അനാവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും അവർക്ക് ആവശ്യമില്ലെങ്കിൽ കൊടുക്കണ്ട. അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം. ഈ ഒരു കുഞ്ഞു വീഡിയോ പലർക്കും എതിരഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ സഞ്ചരിച്ച വഴികളായിരുന്നു ഇത് ഞാൻ വലിയ ഓൾട്രേഷൻ ഒന്നും ഇല്ലാതെ അവിടെ പറഞ്ഞു.
അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം, തനിമലയാളം. ടാറ്റാ.